Hi guys, Top 10 റിവ്യൂ ചാനൽ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പബ്ലിക്കായ ഒരു ചർച്ച. പബ്ലിക് ഈസ് പൊളിറ്റിക്സ്, അതായത് പീപ്പിൾ ആർ ചോയ്സ്. എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടാകും. നമ്മൾ ആർക്ക് വോട്ട് കൊടുക്കണം, ആര് ഇലക്ഷനിൽ നിർത്തണം, ആരെ വിജയിപ്പിക്കണം. കഴിഞ്ഞ 2023 വരെ ഇവിടെ BJPയുടെ ഭരണമായിരുന്നു, LDFൻ്റെ ഭരണമായിരുന്നു. കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ഉള്ള 20 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളാണ് മുന്നിലേക്ക് വരാൻ പോകുന്ന നിമിഷം. ഏപ്രിൽ 26 ചിലപ്പോൾ വോട്ടിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചു. പക്ഷെ ഈ വോട്ട്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഈ വോട്ട് നാളത്തെ എല്ലാ വ്യക്തികൾക്കും വളരെ പ്രാധാന്യവും വളരെ ആവശ്യവുമുള്ള ഒരു വോട്ട് തന്നെയാവണമെന്നത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ വിജയിപ്പിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ഭരണകൂടമായിരിക്കണം. അതായത് ഒരു പവർ ജനാധിപത്യം, അതാണ് പവർ പൊളിറ്റീഷ്യൻ. അതായത് സംസ്ഥാനം മുഴുവൻ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മുഖ്യമന്ത്രിയെയും ഒരു പുതിയ പ്രധാനമന്ത്രിയെയും നമ്മൾ ഈ ഒരു കാലത്തേക്ക് വെൽക്കം ചെയ്യേണ്ടിയിരിക്കും. 2024 പുതുവർഷ ആദ്യത്തെ ജനാധിപത്യത്തിൽ അണിചേർന്ന് നല്ലൊരു ഭരണാധികാരി മുന്നോട്ട് വരണമെന്നത് നമ്മുടെ എല്ലാവരുടെയും പൊതുസ്വത്താണ്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു വോട്ട് ചെയ്യാൻ എത്രപാട് ആവശ്യങ്ങളുണ്ടായിട്ടാണ്. ലോകത്ത് ഇന്ന് സംഭവിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിലും ഒരു വിപ്ലവമാണ്. ഗാന്ധിജിയുള്ള കാലം മുതൽ അങ്ങ് പല രാജ്യങ്ങളിലും സംഭവിച്ച കാര്യങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതിനേക്കാളും വലിയ ദൂരമാണുമില്ല പല നാട്ടിലെ ഇലക്ഷൻസ് കാര്യങ്ങൾ. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ. വിഷം തുപ്പാൻ വേണ്ടിയോ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലും അടിപതരാത്ത ഇടത് പക്ഷം എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ തവണയും ഇവർ വോട്ട് ചോദിച്ചത്. നമ്മൾ എല്ലാം ശരിയാക്കും എന്ന ഒരു കാര്യങ്ങളും കൂടി വന്നപ്പോൾ ഇവിടെ ഈ നാട്ടിന് എന്ത് ശരിയായി? എന്ത് മാറ്റങ്ങളാണ് പിണറായിയും നരേന്ദ്രമോദിയും ഇവിടെ മാറ്റി കൊണ്ടുവന്നത്? സാധാരണക്കാരൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ജനനന്മകൾക്കുള്ള ആവശ്യങ്ങളും അവരുടെ മാനസികാവസ്ഥകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ട് നല്ലൊരു ഭരണാധികാരിക്ക് വേണ്ടിയായിരിക്കണം, നല്ലൊരു പൗരത്വത്തിന് വേണ്ടിയായിരിക്കണം, ജനത്തിൻ്റെ വോട്ടായിരിക്കണം നമ്മൾ നാളെ എല്ലാവരും ഓരോ മത്സരാർത്ഥികൾക്കും കൊടുക്കണം. ജനത്തിൻ്റെ മാത്രം എന്നെ ജയിപ്പിച്ചാൽ ഞാൻ അതാക്കിത്തരാം ഇതാക്കിത്തരാമെന്ന ഈ വാദപ്രതിനിധികളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ തിരുത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ജനാധിപത്യത്തിൽ പല തെറ്റുകളും സംഭവിക്കുന്നു. കൈത്താങ്ങും കൈപ്പത്തും. നമ്മളെന്നും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അതായത് പ്രതിപക്ഷം എന്നും നല്ലതിനെ വഴികാട്ടിയ കുറേ കാര്യം നമ്മുടെ ഇന്ത്യ സംസ്ഥാനം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
നല്ല നല്ല നിയമങ്ങൾ, നല്ല നല്ല ഇന്ത്യൻ ഭരണഘടനയെ വിസ്മയിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണം എത്ര മനോഹരമായ ഭരണമായിരുന്നു. പിണറായി കയറിയ കഴിഞ്ഞ ഈ വർഷങ്ങൾ മുഴുവനും ഒരു വിനാശഘോഷമായ വിഷം തന്നെയായിപ്പോയി ഈ നാടിൻ്റെ അവസ്ഥ. വീണ്ടും LDFും BJPയും ഭരണത്തിലേക്ക് വരുമ്പോൾ ഈ നാടിന് എന്ത് സംഭവിക്കും? മുസ്ലിം സമ്പ്രദായത്തെ മുഴുവനും ഈ ലോകത്തുനിന്ന് തുടച്ചു നീക്കും എന്ന ഒരു പരിവർത്തനത്തിലാണ്. രാഹുൽ ഗാന്ധി വരട്ടെ, അവരുടെ ഭരണം കൂടി നമുക്കിവിടെ നിലപാടുകൾ, അവരുടെ അവസരങ്ങൾ നമ്മൾ അവർക്കും കൊടുക്കാം. അവരുടെ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയവും പൊളിറ്റിക്സും ഒക്കെ ഒരു ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുന്നവരായപ്പോൾ അവരുടെ മൂല്യം പ്രതിപക്ഷത്തിൽ നിന്നും ഇലക്ഷനിലും പൊളിറ്റിക്സിലുമൊക്കെ ഒരു മൂല്യം ഒരു രാഷ്ട്രീയക്കാരനെ അല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ മനുഷ്യർക്കും തുല്യമായ ആവശ്യങ്ങൾക്ക് ഓടിയെത്താനുള്ള പ്രചോദനമാണ് വോട്ടിംഗ് സമ്പ്രദായം. അത് ഓരോ വോട്ടിംഗ് ബൂത്തിലും ഓരോ വോട്ടിംഗ് പോളിലും നമ്മൾ കാണും. കള്ള വോട്ട് ചെയ്തും കള്ള കാര്യങ്ങൾ ചെയ്തുമൊക്കെ ഒരുപാട് വോട്ടുകൾ ഈ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അതൊന്നും നേരായ വോട്ടുകളല്ല എന്നത് നിങ്ങൾ പ്രേക്ഷകർ, നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കെന്നും കൈപ്പത്തി എന്ന കൈത്താങ്ങാകുന്നവർക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ. ഞാനൊരു പ്രതിപക്ഷത്തിന് മാത്രമല്ല, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിശ്വസ്തരായ, പക്ഷെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം അവിടെ. നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കും ഇങ്ങേര് ജയിച്ചാൽ നമുക്ക് നാളെ മുണ്ടിട്ട് നടക്കേണ്ടി വരില്ല. നമ്മൾ വിജയിച്ചിട്ടാണല്ലോ അവൻ അവിടെ ഇരിക്കുന്നു എന്നതുള്ള ഒരു ഭേദം നമുക്ക് ഇല്ലാതാക്കാം. ഒരാരെയും കൂടുതൽ ആഗ്രഹിപ്പിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം പുതിയതായി പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ കുറേ നിലപാടുകൾ നമ്മൾ കാണുന്നുണ്ട്. 1 ലക്ഷം ശമ്പളം, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കെല്ലാം ആദ്യത്തെ ജോലി ഉറപ്പ്. അതെ, കുറേ യുവാക്കൾക്ക് ഈ നാട്ടിൽ ജോലികളില്ലാതെ അവർ വിഷമിക്കും. പല എക്സാമുകൾ എഴുതി അവരുടെ ജോലിക്ക് വേണ്ടി നിരന്തരം മറുനാടുകളിലും ഈ നാട്ടിലും ഗവൺമെൻറ്റിലുമൊക്കെ കിട്ടാതെ ഒരുപാട് പേർ ഗവൺമെൻറ്റിനും മറ്റുള്ളവർക്കും വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ആ അപേക്ഷകളെല്ലാം തള്ളുകയായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ അവസ്ഥ. ഒന്നും ഒരു കാര്യവും ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. ഒരിക്കലും ജോലികളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്നവരായിരുന്നില്ല. അവർക്ക് വികസനം മാത്രം ഈ ലോകത്തിൽ പറ്റില്ല. മറ്റൊരു വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായ വികസനമായിരുന്നു. ആരെയും തകർക്കാൻ വേണ്ടിയുള്ള വികസനമാകരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു വികസനം. അതാണ് മതേതരത്വം. കടത്തിൽ നിന്ന് മോചനം. ശരിയാണ്, പലർക്കും ഈ ലോകത്ത് കടമുണ്ട്, പലർക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. കടത്തിൽ ഒരുപാട് വീടുകൾ നിർമ്മിച്ചു, കടം വാങ്ങി കുടുംബം പോറ്റിയിട്ടും കടം വാങ്ങി എല്ലാ സ്വത്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വരും. വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി തന്നെ പണം ഇല്ലതിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്നവരുണ്ട്. അതിൽ പാവപ്പെട്ടവരും തൊട്ട് അങ്ങ് പണക്കാരന്മാരിൽപ്പെട്ടവരും നമ്മൾ പറയുന്ന ഈ കടം എന്ന് പറയുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവണതയാണ്. ഈ കടം തന്നെ മനുഷ്യൻ്റെ ജീവിക്കുന്ന കാലം തൊട്ട് തന്നെ അവൻ മരിക്കുന്നത് വരെ മാനസികമായ ഒരു വേദനയാണെന്നുള്ളത് ഒരു പൊളിറ്റീഷ്യനിൽ നിന്ന് സംസാരിക്കും. അതൊരു മാതൃകയാക്കേണ്ട കാര്യം. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ, കടത്തിൽ നിന്ന് മോചനമുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ വരാൻ പോകുന്ന ഇലക്ഷനിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു
വിജയത്തിന് വളരെ മനോഹരമായ ഒരു ഇലക്ഷനായിരിക്കും. കടം മുക്കാൽ ഭാഗക്കാരുടെയും കടം കിട്ടിയാൽ തന്നെ ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും മാനസികയും അവരുടെയും ശാരീരികവുമായുള്ള പ്രയാസങ്ങൾ അവർക്കുള്ള മോചനം നിങ്ങൾ നേടിക്കൊടുക്കുന്ന ഏറ്റവും വലിയ വികസനവുമാവും അതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാർഷികമായി കടശാസവും നിയമപരീക്ഷയും വിലയും കാർഷിക കട ആശ്വാസവും കർഷകർ കടം വാങ്ങുന്നവരുണ്ട്, കാർഷിക ലോൺ ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ഈ നിയമ പരീക്ഷയുള്ള തണലാകാനുള്ള ഒരു വഴിയും കൂടിയായിരിക്കും കടത്തിൽ നിന്നുള്ള മോചനം എന്ന ഈ ഒരു പ്രവണത നടപ്പിലാക്കാൻ. 5 വ്യവസ്ഥകൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ആ അധികാരം ഈ രാഷ്ട്രത്തിന് കിട്ടിയിരിക്കും. ഏത് നഗരമായാലും ഏത് മന്ത്രിസഭയായാലും ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും അവനവൻ്റെ പാർട്ടിയെ നിലപാടുകൾക്ക് നല്ലൊരു സത്യസന്ധതയുണ്ട്. അവർ വിജയിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കണക്കുകൾ കൃത്യമാവട്ടെ, സാമൂഹിക സാമ്പത്തികവുമായ നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ രാജ്യത്തെ എല്ലാ വ്യക്തികളെയും സാമൂഹ്യ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി സെൻസ് ചെയ്യുകയാണ്. പങ്കാളിത്തത്തിൻ്റെ നീതി ഇതും ഒരു നടത്താൻ പോകുന്ന പ്രതിപക്ഷ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അവർക്ക് നല്ല നല്ല പോയിന്റിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനുള്ള പ്ലാനിങ്ങിലൂടെയാണ് അവർ മുന്നോട്ട് വരുന്നത്. ഞങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരല്ലെന്ന് പറയുന്നില്ല. കാരണം അവരെ ഇരുന്ന് ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്യുന്നു. കാരണം നല്ല ഗവൺമെൻറ് വരണം, നല്ലവർക്ക് വോട്ട് ചെയ്താലേ ഈ നാട് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പല പ്രശ്നങ്ങൾക്ക് അത് വലിയൊരു തലവേദനയാണ്. 1 ലക്ഷം അടുത്ത ഒരു വാഗ്ദാനമാണ്. 1 ലക്ഷം പ്രതിപക്ഷം നിർധനരായ കുടുംബത്തിലെ ഓരോ വനിതകൾക്ക് വേണ്ടി 1 ലക്ഷം പ്രതിവർഷം അവർ കൊടുക്കും. നിർധന കുടുംബത്തിലെ ഓരോ വനിതകൾക്കും എന്നാണ് പറഞ്ഞത്. വനിതകൾക്ക് ഈ പണം എത്ര നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടും. അതൊരു നല്ലൊരു ചോയ്സ് തന്നെ. നിർധരായ കുടുംബത്തിലെ ഓരോ വനിതകളും കഷ്ടപ്പെടുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു സഹായത്തിനുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഇലക്ഷനിൽ ഇവർ പ്രതിപാദിച്ചിരിക്കുന്നത്. 1 വോട്ട് മതി. വിജയ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ 1 വോട്ട് മതി ഒരു ലോകം നന്നാവാൻ, ഒരു നാട് നന്നാവാൻ. അപ്പോൾ ആ 1 വോട്ട് നമ്മളാരും ഇത്തരത്തിലുള്ള മോശ വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ പെട്ട് നമ്മൾ ആ വോട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. വോട്ട് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ വോട്ട് ചെയ്യുക. തൊഴിലുറപ്പ്, അടുത്തത് തൊഴിലുറപ്പുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നീതിയാണ്. പല തൊഴിലാളികളുണ്ട്,
മാർക്കറ്റിൽ പണിയെടുക്കുന്നവരുണ്ട്, വസ്ത്ര യൂണിറ്റിൽ, അങ്ങനെ പല പല ഹോൾസെയിൽ ജോലികൾ ചെയ്യുന്ന അവിടെയൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ നമ്മുടെ രാജ്യത്ത്. ഈ തൊഴിലാളികൾക്കൊക്കെ ഒരു നീതിയില്ലാത്തത് വളരെ കഷ്ടമാണ്. അവർക്കൊക്കെ 400 പ്രതിദിനം ദേശീയ മിനിമം കൂലി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അവരുടെ നീതി നടപ്പിലാക്കുമെന്നാണ് അപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രതിപക്ഷം നടപ്പിലാക്കും എന്ന വാഗ്ദാനമാണ്. ഒന്നാമത്തത്, ആദ്യത്തെ ജോലി ഉറപ്പാണെന്നാണ്. അഭ്യസ്ത വിധേയരായ മുഴുവൻ യുവാക്കൾക്കും വർഷത്തിൽ 1 ലക്ഷം രൂപ പ്രതിഫലത്തോടെ അപ്രന്റീസ്ഷിപ്പിന് അവകാശവും ഉണ്ടായിരിക്കും. യുവാക്കൾക്കുള്ളൊരു നീതിയാണ്. രണ്ടാമത്തത്, സ്ത്രീകൾക്ക് ഉള്ള നീതിയായിരുന്നു. നിർധന കുടുംബത്തിലെ ഒരു വനിതയ്ക്ക് വീതം വർഷത്തിൽ 1 ലക്ഷം രൂപ സഹായം നൽകും. കർഷകർക്ക് കമ്മീഷൻ റിപ്പോർട്ടിൽ ഫോർമുല അനുസരിച്ച് കാർഷിക വിളകൾ മതിയായ താങ്ങുവില നിയമപരമായ പിന്തുണയുടെ ഉറപ്പ് വരുത്തും. അത് കർഷകർക്ക് വേണ്ടിയുള്ള നീതി. തൊഴിലാളികളുടെ നീതി, അധ്വാനത്തിൻ്റെ ആദരവിനാണ് അവർ കൊടുക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ തൊഴിലാളികളുടെയും മിനിമം ദിവസക്കൂലി 400 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വികസിപ്പിക്കുന്നത്. ആരോഗ്യ സുരക്ഷാ അവകാശവും ഈ തൊഴിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർഷകർക്ക് ഇൻഷുറൻസ് തുകയും നേരിട്ടെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ തൊഴിൽ സുരക്ഷ ഇവിടെ നീതി നടപ്പിലാക്കും എന്നൊക്കെ വാഗ്ദാനം പ്രതിപക്ഷം നമുക്ക് തന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട, നമ്മുടെ നാട്ടിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇവർ നടത്തും എന്നാണ്. പങ്കാളിത്തത്തിൻ്റെ നീതി, രാജ്യത്തിൻ്റെ എല്ലാ വ്യക്തികളുടെയും സാമൂഹ്യ വിഭവങ്ങളെയും സെൻസ് നടത്തി ഒരു സാമ്പത്തികവുമായി നീതി തുല്യതയും ഉറപ്പുവരുത്തും. അപ്പോൾ ഇത്തരം നിരവധി കാര്യങ്ങളിൽ ഇവർ വികസനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം നടപ്പിലാക്കുന്ന കാര്യമല്ല, 100ഓളം ആവശ്യങ്ങളും ഈ ലോകത്തിലെ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ 100 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വോട്ടിൻ്റെ അവകാശം. LDF ഭരണം എന്നും ജനങ്ങളെ മുതലെടുത്തിട്ടേയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയും പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അതൊരു നല്ലൊരു പോയിന്റാണ്. ഇത്രയും കാലം ഈ ഇടതെന്ന് പറയുന്ന ജനാധിപത്യം, അതായത് LDF ഇടതുപക്ഷം ഇവിടെ ഭരിച്ചിട്ട് വികസനമെന്നും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തു നയമാണ് ഇവർ കൊണ്ടുവരുന്നത്? ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കുക, അവരുടെ ആവശ്യങ്ങൾ, ജോലിയില്ലാത്തവർക്ക് ജോലി എത്തിക്കുക. നമ്മളെപ്പോലുള്ള നിർധനരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവസ്ഥകൾക്കും രോഗങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കുള്ള പരിഹാരവും പോലും ഇവിടെ ആർക്കും ഒരു നിധിയും കിട്ടുന്നില്ല. പലരും രോഗത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അവരുടെയൊക്കെ രോഗങ്ങൾ എന്താണെന്ന് അത് കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം. മദ്യത്തെ മൊത്തം ഇല്ലാണ്ടാക്കുക എന്ന് തന്നെയാണ്. മദ്യത്തിൽ പല ലഹരികളും പല കാര്യങ്ങളും ഉണ്ട്.
മദ്യസേവ കൊടുത്താണ് ഇടത് ജനാധിപത്യം എന്നും. മദ്യം അവർക്കൊരു ഖജനാവിലേക്ക് തുക തന്നെയാണ്. അത് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം LDF മുന്നോട്ടും ഉണ്ടായിരുന്നത്. ഇവർ ഇത്രയും കാലം ഭരിച്ചതും ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ പ്രതിപക്ഷം എന്നത് ഇതിനെല്ലാം തീരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു പക്ഷക്കാരൻ തന്നെയാണ്. അപ്പോൾ ആര് നല്ലതാണെന്ന് നിങ്ങൾ ഊഹിക്കുക. നിങ്ങളുടെ ഊഹം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന നല്ലത് ആർക്കാണോ ആ ചിഹ്നത്തിൽ LDF ഉണ്ട്, BJP ഉണ്ട്, അങ്ങനെ പല പല സ്ഥാനാർത്ഥികൾ, NDF ഉണ്ട്, അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന UDFൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിനമായിരിക്കുമെന്നുള്ളത്. UDF ഭരണത്തിൽ വരണം എന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. അവർ മുന്നോട്ട് വന്നാൽ പലതും നല്ലതാകും എന്ന് തന്നെയാണ്. ആർക്കും നമ്മൾ വിലയെക്കുറിച്ച് കാണുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം അവർ ഇത്തിരി ഇറങ്ങിയിരുന്ന് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ പുതിയ യുവാക്കൾക്ക് പലർക്കും മന്ത്രിമാരാണ്. പ്രായം കൂടുന്നവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്ത് അവർ എന്ത് നീതിപടി ഉണ്ടാക്കാനാണ്? ഇവിടെ യുവത്വത്തിനാണ് എന്തും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക. പ്രായവും അവരുടെ ബുദ്ധിശൂന്യതയും കൊണ്ട് ഈ നാടിൻ്റെ അവസ്ഥ വളരെ മോശത്തിലെത്തിക്കുകയാണ്. എന്നും ഒരു പ്രായക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാൽ നമ്മുടെ സേവനം എന്താകും? മനുഷ്യത്വപരമായ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളെപ്പോലുള്ള ഓരോ പൊളിറ്റിക്കൽ ജീവിതവും നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് സാമൂഹ്യപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എല്ലാവരും എതിർക്കാത്തത്. അതും നമ്മളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഈ ലോകത്തിനും ഈ നാടിനും വേണ്ട ഒരു കാര്യം തന്നെയാണ്. സത്യസന്ധമായ നിലപാടുകൾ ആര് ചെയ്യുന്നുണ്ടോ അവർക്കാണ് നമ്മൾ വോട്ട് പോകുന്നത്. ട്രോളുന്നവരെയും മൊത്തം ഇതാക്കി പറഞ്ഞ വാക്ക് തിരുത്തിക്കൊണ്ടുള്ള വാക്കുകളിൽ നിന്ന് തെറ്റുപറ്റുന്ന പല സ്ഥാനാർത്ഥിപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ വെറുതെ വലിച്ചു വാരി ഈ ഇലക്ഷനിൽ കൊണ്ടുവന്ന അവരുടെ നാറിയ കഥകൾ തലസ്ഥാനത്ത് നമ്മൾ മീഡിയയിലൂടെ കണ്ട് ലജ്ജിക്കാനായിട്ട് കൊണ്ടുവരും. അവർ ഈ കാട്ടിക്കൂട്ടുന്ന ദ്രോഹങ്ങൾ മുഴുവനും ജനങ്ങൾ കാണും. അവരും അതുപോലെ പ്രതികരിക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു ശുപാർശമായ അവസ്ഥകളുണ്ടാകും. സമൂഹത്തിന് നല്ലത് വരുത്താൻ, നല്ല പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പാണ് ജനാധിപത്യം, രാഷ്ട്രം എന്നൊക്കെ പറയുന്നത്. ആര് വന്നാലും അത് നല്ലതിന് വേണ്ടിയുള്ള, നല്ല പാർട്ടിക്ക് വേണ്ടിയുള്ള, നല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എലക്ഷൻ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നല്ലവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥാനാർത്ഥിയാക്കുക. അവർ ഈ നാട്ടിന് നീതി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതൊക്കെയാണ് നല്ല വർഗത്തിൻ്റെ നല്ലൊരു സൂചനകൾ. അപ്പോൾ വാക്ക് കൊടുത്ത വാക്കായിരിക്കും. ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് വലിയ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പാലമാണ് അതുണ്ടാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ഇല്ലാതാക്കി വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നീതിയൊക്കെ നടപ്പിലാകുമെങ്കിൽ
UDF വരണമെന്ന് തന്നെയാണ് ഏറ്റവും ഒരു പൗരൻ്റെ ആവശ്യം. ഒരു പൗരൻ, ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള നീതികൾ തന്നെയാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുകയും കർഷകർക്കും തൊഴിൽ നീതിയും വനിതകൾക്കും സംരംഭകർക്കും അവർക്ക് വേണ്ടി പോലുമുള്ള ഒരു നീതി ഈ നാട്ടിൽ നടപ്പിലാകുമ്പോൾ മറ്റ് വികസനങ്ങൾക്കും ഈ കേരളത്തിൻ്റെ മുഖച്ഛായങ്ങൾ തന്നെയാണ്. ഈ കേരളത്തിൻ്റെ ഈ ദാരിദ്ര്യ പ്രശ്നം എന്ന് അവസാനിക്കുന്നു അന്നാണ് ഈ നാട് നന്നാവുക. അല്ലാതെ വെറുതെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത വാക്കുകൾക്കും ഇതൊക്കെയുമായി പ്രകൃതി അത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയുടെ ഒരു കളിയാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അത് കാര്യവർക്ക് വേണ്ടി കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് തന്നെയാണ്. ഇത് ഇന്ത്യയുടെ വോട്ടാണ്. ഇതും കേരളത്തിൻ്റെ മാത്രം വോട്ടാണ്, ഇന്ത്യയുടെ വോട്ടാണ്. ഒരു വോട്ടിന് അത്രയും വലിയ പ്രാധാന്യമാണ്. ഇനി നമ്മുടെ ഇന്ത്യ ആര് ഭരിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണ്, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കാണണം. ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിള്ളൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാറ്റി നിർത്തി നല്ലൊരു വാർത്ത ജനതകൾക്ക് വേണ്ടി, നല്ലൊരു യുവാക്കൾക്ക് വേണ്ടി, നല്ലൊരു വരാൻ പോകുന്നവർക്ക് വേണ്ടിയും അവരുടെ ആവശ്യവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള സത്യസന്ധമായ നീതി സമർപ്പണമായിരിക്കണം ഈ വോട്ട് ഇലക്ഷനിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊന്നും ആരെയും ദ്രോഹിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല. എന്തെങ്കിലും തെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇത് നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു റിവ്യൂവാണ്. അതായത് ആരെയും ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുകയെന്നല്ല. നല്ല കാര്യം നല്ലത് തന്നെയാണെന്ന് പറയാനുള്ള ആ ഒരു മനസാക്ഷി അതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാം. നമ്മൾ പൊളിറ്റീഷ്യനെ കുറിച്ചൊന്നും കൂടുതൽ ബോധവരാവാറില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രഷറുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിത് സ്ഥിരം ഒരു വിഷയമാക്കി എടുക്കുന്ന കാര്യം. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ എന്ന സംസ്ഥാനത്തിന് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതാണ്ട് ഇത് നമ്മുടെ ആവശ്യവും. അപ്പോൾ ഞാനും ഒരു പൗരൻ എന്ന നിലയിൽ ഇതെൻ്റെ കർമ്മമാണ്. അപ്പോൾ ഞാനിതിന് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരിൽ എത്തിക്കുക എന്നത് എൻ്റെ ഒരു ജോലിപരമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഐ എം ഇൻഫ്ലുവൻസർ. ഒരു ഇൻഫ്ലുവൻസറുടെ മീഡിയയിൽ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊരു സാമൂഹിക സേവനമായി കരുതി. എന്നിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ചാനൽ ഇനിയും വളരുകയുള്ളൂ. ഇതൊരു ചെറിയ കുഞ്ഞു ചാനലാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന ചെറിയ ഇൻഫ്ലുവൻസറാണ്. നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ചുള്ള ഒരു വീഡിയോ രീതികളാണ്. ചിലപ്പോൾ ക്വാളിറ്റി വീഡിയോക്കുണ്ടാവില്ല, വാക്കുകൾക്കുണ്ടാവും. ചിലപ്പോൾ സൗണ്ടുകളുണ്ടാവില്ല, പല അപ്പുറം സൗണ്ടുകൾ കേൾക്കാം. പക്ഷെ ഒന്നും ഇവിടെ ഒരു പബ്ലിക് ഏരിയ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അപ്പുറം ഇപ്പുറയുമൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. അതൊന്നും നിങ്ങൾ ചെവി കൊണ്ടുവരികയോ അതൊന്നും കണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ഒരു ചെറിയൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ
നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുകളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള എല്ലാം അവകാശമുണ്ട്. കമൻ്റ് ഇടുമ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ഇടുക. മോശപ്പെട്ട കമൻറ്റ് രാഷ്ട്രീയക്കാരെ പോലെ പൊളിറ്റിക്കൽ രീതിയാണ്. അത് നല്ല നല്ല വേർഡുകൾ ഉപയോഗിക്കുക, നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഒരു പ്രശ്നം. ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ താഴെ കമൻറ്റിൽ പലരും പലതും പറയും. പക്ഷെ ഞങ്ങളൊന്നും കമൻ്റൊന്നും നോക്കാറേ ഇല്ല. കാരണം അങ്ങനത്തെ ഒരു കാര്യം ആവശ്യം കമൻറ്റിലൊന്നുമല്ല കാര്യം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് നമുക്ക് നമ്മളെ യൂട്യൂബിലും പലതും സംഭവിച്ചാൽ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയും. ആര് വന്നാലും ഏത് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുവെക്കുന്നു ആ ജനാധിപത്യം മുന്നോട്ട് വരിക. അവർ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുക. പാവങ്ങൾക്കും നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഇൻഫ്ലുവൻസർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർക്കും ആഗ്രഹമുണ്ട് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ. അപ്പോൾ ഡ്രീം വിത്ത് പൊളിറ്റീഷ്യൻ ഒരു ഡ്രീമാണ് പൊളിറ്റീഷ്യൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നീതിയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ കൈപ്പത്തി അടയാളത്തിലെ തന്നെ വരണമെന്നാണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് കോഴിക്കോട് രാഹുൽ ഗാന്ധി വന്നതെന്ന് പറയും. അത്രയും ജനപ്രളയം നമ്മൾ കണ്ടു. അത്രയും ജനങ്ങൾ വന്നിട്ടുണ്ട്. തിരമാലകൾ അടിഞ്ഞുകൂടി പോലെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നത് പോലെ നമുക്ക് കണ്ടു. അപ്പം അത്രയും ജനങ്ങൾ വോട്ട് ചെയ്യുമെങ്കിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു അവസരമായി ഉപയോഗിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഭരണം നല്ലവർക്ക് കിട്ടട്ടെ, നല്ലവർ ഭരിക്കട്ടെ, നല്ലൊരു ജനാധിപത്യം കൊണ്ടുവരട്ടെ, നല്ലൊരു രാഷ്ട്രത്തിന് വരവേൽക്കണം എന്നാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ എവർ.